സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അവനവൻ്റെ പാഷനെ ഫോളോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല പുരുഷന്മാരും നേരിടുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെയൊക്കെ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റാണ് ഭാര്യ ഒന്നിനും സമ്മതിക്കില്ലടാ. ആ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കാൻ അവൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെല്ലാവരും കണ്ടുപഠിക്കേണ്ടത് നടി ഖുശ്ബുവിനെയാണ്. കാരണം സുന്ദർ സി ഒരു കാര്യമില്ലാതെ എഴുതിയുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് അനാവശ്യമായി അങ്ങേര് സംവിധാനം ചെയ്തുണ്ടാക്കിയത് എന്നൊക്കെ എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാൻ ഖുശ്ബു തയ്യാറായത് അതെല്ലാ ഭാര്യമാർക്കും ഒരു മാതൃകയാണ്. സിനിമയുടെ പേര് ഗാങ്ങേഴ്സ് എന്നാണ്. സിനിമയെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാനാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. അതായത് ചിരിച്ച് ചിരിച്ച് നമ്മളിങ്ങനെ മണ്ണിലേക്ക് വീണു പോകുക എന്ന് പറയുന്നത് ശരിക്കും ഇത് ഉറക്കം തൂങ്ങി മണ്ണ് കപ്പുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച അടിമുടി ബോറടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടു തീർത്തിട്ട് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായും സ്പോയിലേഴ്സ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ, സ്വന്തം റിസ്കിൽ സിനിമ പോയി കാണുക എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ സ്പോയിലർ വേണ്ടെന്നാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഭാഗം കേൾക്കാതിരിക്കുക. ഇവിടെ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ കാണുന്നത് ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ ആ സ്കൂളിനെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് മറ്റേ ട്രക്കും പരിപാടിയും ഒക്കെ കയറ്റിക്കൊണ്ട് അവരുടെ കള്ളക്കടത്ത്, ബിസിനസ്, കഞ്ചാവ് കച്ചവടം, ഈ പറയുന്ന കംപ്ലീറ്റ് പരിപാടികളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നല്ല ഹോൾഡുള്ള ആൾക്കാരായതുകൊണ്ട് ആർക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു നല്ല ടീച്ചറുണ്ട്. ആ നല്ല ടീച്ചറെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിലെ നായികയാണ്. സ്വാഭാവികം. ആ നല്ല ടീച്ചറിന് ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ കാണാതാവുന്നു. പലതരത്തിൽ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. എന്തായാലും ആ ടീച്ചർ ഒരു വലിയ പരാതി എഴുതി വലിയ സ്ഥാനത്തിരിക്കുന്ന പോലീസുകാരന് ഇമെയിൽ ചെയ്യുന്നു. അപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനെ വേഷം മാറി ആ സ്കൂളിലെ അധ്യാപകനായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് വരുന്നു. അങ്ങനെ ആ സ്കൂളിലേക്ക് എത്തുന്ന അധ്യാപകൻ എന്ന് നമുക്ക് ആദ്യം തോന്നുന്ന സുന്ദർ സിയെ നമ്മൾ കാണുന്നുണ്ട്. വടിവേലു അവിടെയുണ്ട്. ഭഗവതി പെരുമാൾ എന്ന അഭിനേതാവ് കൂടി അതിലുണ്ട്. ഇവർ പുതിയ അധ്യാപകരായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇവരിൽ ആരാണ് പോലീസ് എന്നുള്ളത് നമ്മൾ ഊഹിക്കുന്നത് ഏതായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയൊക്കെ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഇദ്ദേഹം സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ സിനിമയിൽ കോമഡി തുടങ്ങുകയാണ്. കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് അടിച്ച് വെറുപ്പിച്ച് വലിപ്പിച്ച് ഇങ്ങനെ പോവാണ്. പക്ഷേ ഈ സിനിമയിൽ എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വടിവേലുവിൻ്റെ കോമഡിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. പിന്നെ നമ്മുടെ നായിക വക ഒരു സൗന്ദര്യ സങ്കല്പം കാണിക്കലുകളും ഒക്കെ ഉണ്ട്. ഇതിനിടയിൽ നമ്മുടെ നായകൻ ഒരു പരമ ക്രിഞ്ച് സെൻറ്റി കഥ പറയുകയാണ്. ഇത് കേട്ട് ആ സ്കൂളിലെ അധ്യാപകരെല്ലാവരും കൂടി ഒരു തിയേറ്ററിനകത്ത് ഈ സ്കൂളിൻ്റെ നടത്തിപ്പുകാരും കൂടി ഭാഗമായിട്ടുള്ള ഒരു ടീം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 100 കോടി രൂപ മോഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ആളുകളൊക്കെയുള്ള തിയേറ്ററിൽ നിന്ന് അവരെങ്ങനെ 100 കോടി മോഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ 100 കോടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തിയേറ്ററിൻ്റെ അകത്ത് ഒരു സ്റ്റാഫ് വീട്ടിൽ പോകാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഫുഡ് അവിടെ കൊടുത്തിട്ട് പുള്ളി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആത്മാർത്ഥതയാണ്. അങ്ങനെ അടിച്ചു മാറ്റിയതിനു ശേഷം നായകനെ പിന്നെ ആരും കാണുന്നില്ല. അപ്പോൾ അവരെല്ലാവരും വിചാരിക്കും നായകൻ പറ്റിച്ചു. പക്ഷേ സപ്തമശ്രീ തസ്കര എന്ന മലയാള സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു നായകൻ അങ്ങനെ പറ്റിക്കില്ല. ഇവർക്കൊക്കെ ഉള്ളത് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരുടെയൊക്കെ വീട്ടിലേക്ക് പാഴ്സൽ വരുന്നു, സിനിമ തരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരെ വരാനുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിട്ടും, എവിടെ നിന്നെങ്കിലും ഗതികെട്ട ഒരു പ്രൊഡ്യൂസറിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ സിനിമയും സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കാണാം. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നല്ലതെന്ന് പറയാൻ വിഷ്വൽ സൈഡിലോ മ്യൂസിക്കിൻ്റെ സൈഡിലോ കഥയുടെ സൈഡിലോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.